ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് തലശ്ശേരിയിലെ കല്യാണ വീടുകളിലെ കലവറയിൽ നിന്നും അടിച്ചു മാറ്റിയൊരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തലശ്ശേരി സൈഡിലോട്ടുള്ള കല്യാണ വീടുകളിലൊക്കെ വരുന്ന നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 1 കിലോ അരിക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനെ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വേണ്ടി വരും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കണം. എനിക്കിവിടെ 1 കിലോ അരി എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 4.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് വെള്ളത്തിലുള്ള ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അത് റൈസിന് കറക്റ്റായിട്ട് വരിക. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം ഇവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 100 ഗ്രാം ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഡാൽഡ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയും കൂടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പിടി വരുന്ന അത്രയും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ, അത് ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ ചേർത്തൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. റൈസിലുള്ള വെള്ളം ഇതുപോലെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 50 ഗ്രാം നെയ്യും പിന്നെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫുള്ളി കുക്ക്ഡ് ആയിട്ടില്ല, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴാണ് വേവുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ അങ്ങനെ ഫുള്ളായിട്ട് വെന്ത് ഫ്രൈ ആവണ്ട, നമുക്കൊരു 3/4 ഭാഗം വേവിൽ കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ഈ ചിക്കൻ മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫുള്ള് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 3/4 കിലോ വലിയ ഉള്ളി ചെറുങ്ങനെ ഇങ്ങനെ നേരെ അരിഞ്ഞതും, പിന്നെ ഒരു 1/2 കിലോ തക്കാളിയും, 50 ഗ്രാം വെളുത്തുള്ളി ചതുക്കിയതും, 50 ഗ്രാം ഇഞ്ചി ചതുക്കിയതും, പിന്നെ ഒരു 100 ഗ്രാം പച്ചമുളക് ചതുക്കിയതുമാണ്. ബിരിയാണിയുടെ മസാല നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വലിയ ഉള്ളി നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയും നല്ലോണം അടിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ ആ പച്ചമുളക് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത്, പിന്നെ നേരത്തെ റൈസ് ഉണ്ടാക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും പുതിനയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ ചതുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, പുളി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ തൈരോ നിങ്ങൾക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് ചേർക്കണം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കണം. ഈ 5 മിനിറ്റ്സ് നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് നമുക്ക് നല്ല നെയ്യിൽ ഒരു 100 ഗ്രാമോളം കാഷ്യൂസും റൈസിൻസും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അതേ നെയ്യിൽ തന്നെ ഒരു 1/4 കിലോളം വലിയ ഉള്ളി നേർങ്ങനെ അരിഞ്ഞത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല എന്തായെന്നൊന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അടിയിൽ കണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലെയർ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ മസാലേൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസ് കുറച്ച് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. റൈസിൻ്റെ ഓരോ ലെയർ സെറ്റ് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റൈസിൻസും കൂടെ കുറച്ച് ആ റോസ്റ്റ് ചെയ്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ റൈസിൻ്റെ ഫൈനൽ ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഷ്യൂസും റൈസിൻസും ആ റോസ്റ്റഡ് ഉള്ളിയൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ് ദമ്മിടേണ്ടത്. ആക്ച്വൽ ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കനൽ വേണം, മേലെ അടപ്പ് വെച്ചിട്ട് മൈദ ഇട്ട് ഒട്ടിച്ച് അടച്ച് അതിൻ്റെ മേലെ കനലിട്ട് വെയിറ്റ് വെച്ചിട്ടാണ്. പക്ഷെ അത്രയും സൗകര്യമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ചെറിയൊരു ദം പരിപാടിയാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് മേലെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 മിനിറ്റ് മിനിമം ഫ്ലെയിമിൽ ഇതൊന്ന് വെച്ചേക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് മേലെയുള്ള റൈസൊക്കെ ഒന്ന് മാറ്റി അടിയിലുള്ള പീസും ഈ റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തലശ്ശേരി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡിയാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ബിരിയാണി അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് തരുന്നത് ജീരകശാല അരി വെച്ച് ചെയ്യുമ്പോഴാണ്. നമുക്കിവിടെ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോർമൽ ബിരിയാണി റൈസ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകശാല അരി വെച്ച് ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഞങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.